മ്യാൻമറിൽ ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. നിരവധി പേർ തകർന്ന കെട്ടിടങ്ങൾക്ക് അടിയിൽ. 1500-ലേറെ പേർ ആശുപത്രികളിൽ. അവശ്യവസ്തുക്കൾ എത്തിച്ച ഇന്ത്യ. എമ്പുരാൻ വിവാദം കൊഴുക്കുന്നു. വിവാദ പ്രമേയം ഒഴിവാക്കാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടില്ല. നീക്കാൻ നിർദ്ദേശിച്ചത് 2 ഭാഗങ്ങൾ മാത്രം. പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച. മോഹൻലാലിന്റെ കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് BJP നേതാവ് C. രഘുനാഥ്. നിലമ്പൂരിൽ പോരാട്ടത്തിന് ആരൊക്കെ? മുന്നണികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തീരുവത്തർക്കമില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ആശാവഹം. നരേന്ദ്രമോദി ഊർജ്ജസ്വലനും നല്ല സുഹൃത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. CPIM നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ നിന്ന് പിന്മാറി നാരങ്ങാനം വില്ലേജ് ഓഫീസർ. കേസുമായി മുന്നോട്ടു പോകില്ല. പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്തു. രാജു എബ്രഹാം പാർട്ടി വിരുദ്ധൻ എന്ന് വിളിച്ചതിൽ വിഷമമെന്നും വില്ലേജ് ഓഫീസർ ജോസഫ്. കുളപ്പുള്ളി തൊഴിൽ തർക്കത്തിന് പരിഹാരമായില്ല. CITU പ്രവർത്തകർ മർദ്ദിച്ചെന്ന് പ്രകാശ് സ്റ്റീൽസ് ഉടമ പ്രകാശൻ. ലോഡ് കയറ്റുന്നത് തടഞ്ഞുവെന്നും പ്രകാശൻ. സംസ്ഥാനത്ത് എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ ഞെട്ടിക്കുന്ന വർധന. ലഹരി ഉപയോഗം പ്രധാന കാരണം. രോഗവാഹകരായി അതിഥി തൊഴിലാളികളും. പരിശോധനയ്ക്ക് തയ്യാറാകാത്തത് രോഗനിർണയത്തിന് പ്രതിസന്ധി. കേരള സർവകലാശാലയിൽ ഗുരുതര വീഴ്ച. 1 വർഷം മുമ്പ് നടത്തിയ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാനില്ല. വീണ്ടും പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടത് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകന്റെ കയ്യിൽ നിന്ന്.